ബായോ കിച്ചു ഞാൻ വാരിത്തരടാ കറി ഇതാ കറി ഇല്ലായില്ല കേട്ടോ അതാ കണ്ടോ കണ്ടോ മീൻ കറി മീൻ കറി ഇല്ലയെന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ രാവിലെ മീൻ കറിയായി പിന്നെ ഇതാ കണ്ടോ ഇതെന്താണെന്നറിയോ കഷ്ണമീനും ഉണ്ട് കേട്ടോ പക്ഷെ അവനത് പറ്റില്ലല്ലോ അപ്പം എന്നാൽ അവനെന്നാ ഇന്ന് ശിശുദിനല്ലേ ശിശുദിനം ആയതും കൊണ്ട് എന്തിന് ശിശുദിനല്ലേ അവനൊരു 10 രൂപ താന്ന് എന്തിനാ 10 രൂപയുടെ റബ്ബർ വാങ്ങണ്ട വെച്ചിട്ടാ 2 രൂപയുടെ റബ്ബർ വാങ്ങിയത് 2 രൂപയുടെ അല്ലേ 2 രൂപ നോക്കട്ടെ അമ്മോ ബാ കഴിക്കാൻ ഓരോരുത്തർ ഇരുന്ന് കഴിക്ക് എന്താണ് ഇതിൽ കഞ്ഞിവെള്ളം ഉപ്പിടാണോ കഞ്ഞിവെള്ളം ഒഴിക്കട്ടെ ഇതിൽ നിന്നാ ഉപ്പിടട്ടെ ഇന്നെന്താ നേരത്തെയാണ് അച്ചുട്ടിക്ക് പനിയാണ് കേട്ടോ കിച്ചുവിൻ്റെ ഒന്ന് ഭേദമായപ്പോഴേക്കും അച്ചുവിൻ്റെ തുടങ്ങി ഇനിയിപ്പോൾ അച്ചുവിനെ ഒന്ന് ആശുപത്രി കൊണ്ടുപോകണം ഇന്ന് ശിശുദിനായിട്ട് കിച്ചുവിൻ്റെ സ്കൂളിൽ എന്താ ബിരിയാണി ഉണ്ട് പായസം ഉണ്ട് അല്ലേ കിച്ചുട്ടാ ക്ലാസ് എടുത്തോ ക്ലാസ് എടുക്ക് പായസം ഉണ്ട് ഇത്രന്നേ പാത്രം കഴുകാനുള്ളതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചേക്കോ എല്ലാവരുടെയും കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ ഏട്ടാ വരുമ്പോ അലബുലിയേ ഇത് നോക്ക് കോറപ്പുട്ടിനുള്ളതാണ് കേട്ടോ രാവിലെ കഴിക്കാനേ ഉതിർപ്പുട്ട് പോലെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു തോനെ തേങ്ങ വേണ്ടി വരും തേങ്ങയ്ക്കാണ് എവിടേക്ക് ഓടുന്നത് അറിയാണ്ട് അല്ലേ ഇത് നല്ല നല്ല ഇതിൻ്റെ നൂൽപുട്ടിൻ്റെ പൊടിയുണ്ട് കേട്ടോ പിന്നെ ഇന്ന് അപ്പത്തിന് ദോശയ്ക്ക് അരച്ചേക്കണം എന്നാൽ നാളെ രാവിലെ 3-4 ദോശ ഉണ്ടാക്കിയതല്ലോ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് തരാം പുട്ട് പോരെ ഇതും കൊണ്ടോ ഏട്ട ഒന്ന് ആദ്യം ഉണ്ടാക്കി തരൂ സുകന്യെ ഏട്ടനൊന്ന് ആദ്യം ഉണ്ടാക്കി തരുമോന്ന് കണ്ടോ ഇതിൻ്റെ ഒരു മണം ഭയങ്കര ക്ഷീണം ബാധിച്ചു ലേട്ടാ ഇത് വിരകിയിട്ട് കഴിക്കാൻ പുട്ടുപൊടി പുട്ടാക്കിയിട്ട് കഴിക്കണം മറ്റേത് വിരകിയിട്ട് ഈ ഒക്കെ കുഴക്കുന്നുണ്ട് നമ്മുടെ പുട്ടിൻ്റെ മാത്രം കേടാണ് കേട്ടോ നൂൽപുട്ടിനല്ല പുട്ടിനേ കുറ്റിപ്പുട്ടിനേ കൽപ്പാത്തി തേരായില്ലേ ഞായറാഴ്ച എത്ര കൽപ്പാത്തി തേര് നമ്മൾ പോക്കേ ഇല്ല കേട്ടോ അത് പുട്ടും പാത്ര അതും പൊട്ടി കഴുകാൻ കൊടുത്തപ്പോൾ ഒരു സൈഡുണ്ട് പൊട്ടിയിട്ട് ഇതാണ്ടോ ഇത് പൊൻകതിർ പൊടി പോലെ പൊരുകി വരുന്നുണ്ടല്ലോ എന്തോ കോറപ്പൊടി നമ്മളിവിടെ പൊടിച്ചിട്ട് ഇങ്ങനെ പുട്ടുണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞാൽ നടക്കണേ ഇല്ല കേട്ടാ അല്ലേ അങ്ങോട്ട് തുള്ളി വെള്ളം അങ്ങോട്ടാവുമ്പോഴേക്കും സംഭവം ഇങ്ങനെ അങ്ങോട്ടാവും ഇന്ന് മുതലും ഇവിടെ വീട്ടിൽ പണിയെടുക്കുന്നുണ്ട് കേട്ടോ അവിടെ പുതിയ വീടിൻ്റെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം ഇവിടെ പെയിൻറ്റിങ്ങും കൂടി ഉണ്ട് പിന്നെ അവർക്ക് ഇന്നെന്താ വെച്ചാൽ അവർ അരിയൊന്നും അരച്ച് വെച്ചിട്ടില്ല എന്താ അതുകൊണ്ട് പിന്നെ ഉപ്മാവ് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നത് 2 പാക്കറ്റ് സേമിയേ ഉള്ളൂ എന്തെങ്കിലും വാങ്ങിട്ട് വരില്ലേ അല്ലേ എന്താ ചെയ്യുക ഇത് ഉതിർപ്പുട്ടുണ്ടാക്കാം കേട്ടോ ഏട്ടാ ഉതിർപ്പുട്ട് രസം ഉണ്ടാവില്ലേ കുറ്റിപ്പുട്ട് സംഭവം കുറ്റി മാത്രമേ ഉള്ളൂ ഞാനെന്താ ഉണ്ടാക്കുക അടുത്ത വീട്ടിൽ പോയിട്ട് വാങ്ങണോ അടുത്ത വീട്ടിൽ പോയിട്ട് മത്സരത്തിലൂടെ പോയാൽ തരുമൊക്കെ ചെയ്യും തരാണ്ടല്ല എന്താ പുട്ടും പാത്രം വേറെ എന്തിനാ പറ്റുക അതാ ലാലോ പൊന്നും വിലയാണ് മക്കളെ പൊന്നും വില തേങ്ങയ്ക്കൊക്കെ വിലയുണ്ട് ഇപ്പോഴാണ് അറിയണല്ലേ ഈ മടാളും കൊണ്ട് വെട്ടാൻ ഭയങ്കര പേടിയാ
എന്താണ് പൊന്നൂനെയും കൊണ്ട് ഇന്നലെ പോയി, ഇന്ന് പച്ചൂനെയും കൊണ്ട് പോകണം. വേണോ? എനിക്ക് വേണ്ട, പൊന്നൂന് കൊടുത്തോ. വേണമ്മ? ജലദോഷമല്ലേ? അവർ മാത്രമ്മ പോണ്? എന്തുണ്ടാവുക? എന്തുണ്ടാവുന്നുണ്ട്? ഞാൻ അതേപോലെ ഷഷ്ടി ദിവസം കേട്ടോ കുളിച്ചിട്ട് എനിക്ക് സങ്കടം വന്ന, കുളിച്ച് ഞാൻ എന്താ ഡ്രസ്സ് ഇടാൻ വേണ്ടി നിൽക്കുമ്പോൾ പെരും മഴ പറഞ്ഞില്ലേ. ഇത്ര കാലമായിട്ട് ഞാൻ ഇവിടെ ഷഷ്ടിക്ക് പോയിട്ടേ ഇല്ല കേട്ടോ, തുപ്പനാട് ഷഷ്ടിക്ക്. എനിക്ക് ഭയങ്കര വിഷമമായി. നമുക്ക് പോകാൻ സമയമായിട്ടില്ല. അതുകൊണ്ട് മുരുക ഭഗവാനെ കാണാൻ തോന്നണ്ടേ അല്ലേ? ഏട്ടനും പോയിട്ടില്ലല്ലോ? ഏട്ടനും പോയിട്ടില്ലടി? ഞാനല്ലേ കഴിഞ്ഞാലൊക്കെ പോയത്. അത് ശരി, ഇവിടേക്കല്ല, പഴനിക്ക് പോയിട്ടില്ലല്ലോന്ന്. ഇല്ലല്ലോ. ഏട്ടനും ഞാനും ഒരേപോലെ അല്ലേ? നമുക്ക് എവിടേക്കും പോകാൻ പറ്റുന്നില്ല. മനസ്സിൽ ഒരു ഇല മാത്രമായിട്ട് വെട്ടരുത്. വാഴയില ഉതിർപ്പുട്ടല്ല ഉണ്ടാക്കുന്നത്, അപ്പോൾ വാഴയില വേണം. പൊന്നോ, കിച്ചോട്ടൻ്റെ വണ്ടിയിൽ കളിച്ചിട്ട് വണ്ടി വീഴരുത് കേട്ടോ പൊന്നാ. വണ്ടി വീണാലും കുഴപ്പമില്ല, നിങ്ങൾക്കൊന്നും പറ്റാതിരുന്നാൽ മതി. അമ്മേനെ വിളിച്ചിട്ട് ഫോൺ എടുക്കണില്ല, എന്ത് പറ്റിയാണോ? എടുക്കും. നമ്മളിതാ ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. അവർക്ക് ഉതിർപ്പുട്ട്, പഴം വാങ്ങിയ ഉതിർപ്പുട്ട് മതിയോ? അതൊന്നും കഴിക്കില്ല. കഴിക്കില്ലേ? എന്താ നീറ്റ് പോകണം? നീറ്റു. തേങ്ങയൊക്കെ സത്യത്തിനാണ് കേട്ടോ, തോനെ തേങ്ങ ഇടുന്നില്ല. ഞാൻ പറയാ കൂട്ടാൻ വെച്ചിട്ട്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ കറി എന്താണെന്നറിയോ? ചെറുപയർ മീൻ കറി വെച്ചിട്ടുണ്ട്. പക്ഷെ മീൻകറി കൂട്ടാത്ത ആൾക്കാരുണ്ടല്ലോ ഇവിടെ. അപ്പം അതുകൊണ്ട് 2 ചേമ്പും തണ്ടും ചെറുപയറും ഇട്ടിട്ട് കറി വെക്കണം. എന്താണെന്നറിയോ? മീൻകറി അനിയന് മീൻകറി മതി. അനിയൻ അങ്ങനെ എന്തെങ്കിലും ഉള്ള സമയത്താണ് നമുക്ക് ഇഷ്ടമുള്ളത് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുള്ളൂ കേട്ടോ, ഇല്ലെങ്കിൽ ഉണ്ടാക്കാൻ പറ്റില്ല. പറ്റായില്ല, നമ്മൾ വിചാരിക്കും എല്ലാവർക്കും ഒരു കറി മതിയല്ലോ വിചാരിക്കും. ഇത് മീൻ കറിയാണെന്ന് വെച്ചാൽ 2 ദിവസം കൂട്ടിയാലും കുഴപ്പമില്ല. നാളെ മോരുക്ക് കറി വെക്കണം. മറ്റന്ന് ഞങ്ങളൊരു സ്ഥലം വരെ പോകുന്നുണ്ട് കേട്ടോ. അത് എന്താണെന്നൊക്കെ ഉള്ളത് പറയുക. തീരുമാനമായിട്ടില്ല അല്ലേ ഏട്ടാ? തീരുമാനമായിട്ട് ഞങ്ങൾ പോവുകച്ചാ. എന്തെങ്കിലും മുൻകൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല. ഒരു പാടില്ല. കുട്ടികളൊന്നും ഇല്ലടി അമ്മ, ഒരു ബിസിനസ് കാര്യത്തിന് പോണു അല്ലേ? എന്തൊന്ന് പൊന്തിക്കാത്ത ഭയങ്കര ബിസിനസ് അല്ലേ? എന്താ ബിസിനസ്? അതുകൊണ്ട് പിന്നെ അയ്യോ, അതുകൊണ്ട് പിന്നെ ആരോടും പറയില്ല. എവിടേക്കാ പോണേ? എവിടേക്ക് നീ പോണേന്ന്? എന്ത് ബിസിനസ്? 2000 രൂപയാണ് 2 കോടി പറയുന്ന പോലെ. വെറുതെ പറയട്ടോ സുകന്യ. എന്തിന്റെ ബിസിനസ്സാണ്? ഇയ്യല്ലേ ഇപ്പോൾ ബിസിനസ്സിനെ പോണു പറഞ്ഞു. അമ്മ ഉച്ചക്ക് ചെറുപയറും ചേമ്പും തണ്ടും കൂട്ടാൻ വെക്കട്ടെ? അമ്മയ്ക്കും മീൻകറി പറ്റില്ലല്ലോ, അപ്പം അത് വെക്കാം. കുമ്പളങ്ങ ഉണ്ട് കേട്ടോ. ഇന്നലെ പെങ്ങളുടെ വീട്ടിൽ പോയിട്ട് വരുമ്പോൾ കൊണ്ടുവന്നത് കാണിച്ചു തരാം കേട്ടോ. പെങ്ങളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അവരുടെ വീട്ടിലേ ഞാനൊന്ന് വേഗം അവളെ ഫോൺ വിളിച്ച് പറയട്ടെ. ഇതാ കണ്ടോ, കുമ്പളങ്ങ, നല്ല നാടൻ മത്തൻ. അവർ തൊട്ട് അത് കടയിൽ കൊടുക്കാതിരിക്കണേ. നിങ്ങൾക്ക് കടയിൽ കൊടുത്താൽ മത്തൻ എന്താ, മത്തം കൊണ്ട് പായസം വെക്കി. പിന്നെ അവർ തരുമ്പോ വേണ്ടാന്ന് പറയാൻ പറ്റുമോ? ഞാൻ കണ്ടില്ല ഇതിനെ. എന്താ വണ്ടിയിൽ വെച്ച് തരുമ്പോഴാണ് കണ്ടത്. ഇതാണ്ടോ നല്ല കുമ്പളങ്ങയാണ്, കണ്ട. മടുത്തിട്ടുണ്ടാവേ. ഇതാണെങ്കിലോ അത്തിക്ക പൊത്തിയ പോലെ
അല്ലേ ഞാനതാ പറയുന്നത് പച്ചക്കറി ഉമ്മക്ക് സ്ഥലം ഇല്ലാണ്ട് അവർക്ക് സ്ഥലം ഉണ്ട് കേട്ടോ. അതുകൊണ്ട് വെണ്ടയ്ക്കയും വഴുതനങ്ങയും കുമ്പളവും മത്തനൊക്കെ ഉണ്ടാക്കിയ ഇഷ്ടം പോലെ ഉണ്ടാവും. അത് ഇതൊക്കെ ഉണ്ടാക്കാനില്ലേ ഒരു ഇഷ്ടവുമാണല്ലേ അമ്മ? ഇവിടെ ഇഷ്ടമാണ് കേട്ടോ പച്ചക്കറിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ. അല്ലാണ്ട് എന്താ ചിലവർ എത്ര സ്ഥലം ഉണ്ടെങ്കിലും ചെയ്യില്ല. നമ്മുടെ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ കോഴികളുള്ളത് കൊണ്ട് ഒന്നും ആവില്ല. അച്ഛനുള്ള സമയത്ത് ഇവിടെ എപ്പോഴും മത്തണ്ടായിരുന്നു. ഞാനേ ഒന്ന് ഫോൺ വിളിച്ച് പറയട്ടെ കേട്ടോ മത്തൻ്റെ ഇല കൊണ്ടുവരാൻ. ചായ കഴിഞ്ഞ് ഒരു ഗ്ലാസ് ചായ വെക്കണം. തരട്ടെ? എങ്ങനെയുണ്ടാണാവല്ലേ? കുഴപ്പമില്ല. കടലക്കറിയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ലതാ. കടലക്കറിക്ക് ഇനി ആരോടെ പോവാ? ആരോടെയും പോണ്ട. ഇത് കൂട്ടിയിട്ട് നിങ്ങൾക്ക് നേന്ത്രപ്പഴം ഉണ്ടേ പോരെ. മീൻകറി കൂട്ടി കഴിക്കാൻ പറ്റുമോ? ഓ ആണോ? എന്ത് കൂട്ടിയിട്ട് കഴിക്കല്ലേ? അമ്മ വിളിക്കണോ? നിങ്ങളെന്താ പറഞ്ഞത്? എന്താ തവിട് കൊടുത്തിട്ട് വാങ്ങിയതാണ് ഇന്നേന്നല്ല നിങ്ങളും ചെറിയേട്ടനും വലിയേട്ടനും ആദ്യം പറഞ്ഞിരുന്നത് അല്ലേ? ഇപ്പം നിങ്ങളെന്താ ഇങ്ങനെ വാക്ക് മാറ്റി പറയുന്നത്? നിങ്ങൾക്ക് ചെരുപ്പ് വാങ്ങണോ? വിവാറിൻ്റെ ഈ BKCയുടെ ചെരുപ്പ് തന്നെ അമ്മയ്ക്ക് പറ്റുള്ളൂ. നല്ലൊരു ചെരുപ്പ് ഇട്ടുകൂടെ അമ്മ നിങ്ങൾക്ക്? നമ്മുടെ ഒരു ഷൂ വാങ്ങിക്കോളാൻ പറ. അനിയേട്ടൻ പറയണേ നമ്മുടെ അടുത്ത് ഒരു ഷൂ വാങ്ങിക്കോളാൻ പറയാന്ന്. അമ്മൂൻ്റെ ഷൂ പോലെ 1 ലക്ഷം ഉറുപ്പിയുടെ ഷൂ ആണ് അമ്മ പറയുന്നത്. അത് വാങ്ങിക്കൊടുക്കുമെന്ന്. നമ്മുടെ കടം വീടുമല്ലോ എന്നാണ് അമ്മ പറയുന്നത്. ഇല്ലേ വയ്യായ മാറിയമ്മ? നിങ്ങൾ എന്നാ ഇങ്ങോട്ട് വരിക? രാജാവേ, പപ്പു രാജാവേ, കാലാവസ്ഥ എങ്ങനെയുണ്ട രാജാവേ? പപ്പു പപ്പുച്ചേ എന്താ അമ്മ കൂട്ടി ഇങ്ങനെ ഇരിക്കുന്നു? ബായേ. അപ്പം നമ്മൾ ചേമ്പും തണ്ട് പറിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പം അവനെ കാണുമ്പോൾ എങ്ങനെയാണ് അവനോടൊന്നും മിണ്ടാതെ പോവുക. ഇന്ന് നമുക്ക് കൂട്ടാൻ വയ്ക്കാനുള്ള വകുപ്പും ഇവിടെ എത്തുന്നുണ്ട് കേട്ടോ. ചേമ്പും തണ്ട്, ചെറുപയർ, വാഴാമണി, വേണമെങ്കിൽ വാഴാമണിയും കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കുക. കണ്ടോ അവനിങ്ങനെ തഴുകാൻ വേണ്ടിയിട്ട് അവൻ ഇങ്ങനെ തിരിഞ്ഞ് നിന്ന് തരുന്നത്. അവൻ കാണുന്ന പോലെ ഇല്ല കേട്ടോ ഞങ്ങളുടെ കുട്ടി. ഇനി നമ്മുടെ ഫംഗ്ഷന് പന്തലിടാൻ ഉദ്ദേശിക്കുന്ന സ്ഥലമാണ് കേട്ടോ ഈ ഭാഗം മൊത്തം. അതിൽ നോക്ക് 2-3 കൊലയൊക്കെ നിൽക്കുന്നുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ അല്ലേ? ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ വാഴയൊക്കെ ഫുള്ളും വെട്ടിക്കളഞ്ഞാൽ ശരിയാവുമോ? ഇവിടെ നിന്ന് പപ്പുവിൻ്റെ കൂടിൻ്റെ ഈ കൂടൊക്കെ ഇവിടെ നിന്ന് മാറ്റാൻ പറ്റിയ എത്ര ആൾ പഠിക്കേണ്ടി വരുമോ എന്നറിയില്ല. ഇത് മാറ്റിയിട്ട് എവിടെയെങ്കിലും ഒരു സൈഡിലാക്കണം കോഴിക്കൂടും. അല്ലെങ്കിൽ നമുക്ക് പിന്നെ ഇവിടെ നിന്ന് അങ്ങനെ അങ്ങോട്ട് നീളത്തിൽ ഇവിടെ ഇങ്ങനെ മറിച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ നീളത്തിൽ അങ്ങനെ ഇടേണ്ടി വരും കേട്ടോ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ആകെയുള്ള സ്ഥലം ഇവിടെ ഇതല്ലേ ഉള്ളൂ. അപ്പം ഞാൻ അതാ ഉണ്ടോ ചേമ്പും തണ്ട് നിൽക്കണുണ്ടോ ആ മതിലിൻ്റെ അരികിൽ ഒരു ചേമ്പ് നിൽക്കണോക്ക് ഇവിടെ. ഇവിടെ നിന്ന് അങ്ങോട്ട് റോട്ടിക്ക് കണ്ടാ നിൽക്കണത്. ആരും എന്നെ പിടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കണത്. അച്ചു കുളി കഴിച്ചാ? കഴിക്കുന്നോ? ആ കറി കണക്ക് പറ്റില്ല. എന്താ അവൾക്ക് ഇഷ്ടം? തണുപ്പോ? തണുപ്പല്ലേ? തണുപ്പാണ്. പക്ഷെ ആ കറി അവൾക്കും അമ്മൂനൊക്കെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഒന്ന് കഴുകിയിട്ട് വരട്ടെ കേട്ടോ. ഇത് വെച്ചിട്ടേ അവിയലുണ്ടാക്കിയാലും അടിപൊളിയാണ്. സുകന്യ മീൻകറി കൂട്ടിയിട്ടാണ് പുട്ട് കഴിക്കുന്നത്. ഈ ബസ്റ്റ് അവർക്ക് അവിടെ നിന്ന് ആ ചുക്കുവെള്ളമല്ലേ ആ കപ്പിലൊന്നും എടുത്ത് അവിടെ കൊണ്ട് വെക്കുക. അവിടെ ചുക്കുവെള്ളം ഉണ്ട്. എങ്ങനെയുണ്ട് സുകന്യ മീൻ ചാറ് കൂട്ടിയിട്ട് പുട്ട് തിന്നാൻ? അടിപൊളിയല്ലേ? എന്താണ് ഞാനങ്ങനെ കഴിച്ചത്. അല്ലാണ്ട് അത് പഴം കൂട്ടി കഴിക്കാൻ ടേസ്റ്റില്ല. ഞാൻ പഴം കൂട്ടിയിട്ട് കഴിച്ച് ഒരു കഷ്ണം ഞാൻ കുറച്ച് കഴിച്ചുള്ളൂ കേട്ടോ. എന്താണെന്നറിയോ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് മാറ്റം വന്നിട്ടുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് മാറ്റം ഉണ്ടാവില്ല കേട്ടോ. ചിലപ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്കും മാറ്റം വരും. വൈകുന്നേരം ആകുമ്പോഴേക്കും മാറ്റം വരുമല്ലോ. വൈകുന്നേരം ആകുമ്പോഴേക്കും എന്താ ചിലപ്പോൾ ഭക്ഷണമൊന്നും ശരിയാവാതെ ഇരിക്കുമ്പോഴേക്കും എവിടെയെങ്കിലും ഒന്ന് കടന്നാൽ മതിയെന്ന് തോന്നും. ആരോട് പറയാൻ? ആരറിയാൻ അല്ലേ? ഇത് ഈ കറിയില്ലേ
വീട്ടിലമ്മ ഇടയ്ക്കിടയ്ക്കിൻ്റെ വീട്ടിലുണ്ടാക്കുമായിരുന്നു. ഇത് പരിപ്പിട്ടിട്ടും കറി വെക്കും കേട്ടോ, ഇല്ലെങ്കിൽ വറുത്തരച്ചിട്ടും വെക്കും. ഞാൻ വറുത്തരച്ച് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ എന്താണെന്നറിയോ മാറ്, ഇതൊന്നും ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് ശരിക്കും കഴിക്കേണ്ടതേ. ലസു അല്ലാന്നോ? ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ കഴിക്കണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ. പക്ഷേ നമുക്കിത് ഇഷ്ടാവും, നമ്മുടെ മക്കൾക്കേ വല്ലാണ്ട് പറ്റില്ല കേട്ടോ. എപ്പോഴും ഇത് വെച്ച് കഴിഞ്ഞാൽ ചീത്ത അറിയും. പക്ഷേ എൻ്റെ വീട്ടിലൊക്കെ ഇങ്ങനത്തെ കറികൾ വെച്ചിട്ട് എനിക്കാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് കൂട്ടാൻ തോന്നുകയും ചെയ്യും. ഇന്നിപ്പോൾ മീൻകറി ഉണ്ട് കേട്ടോ, മീൻകറി എനിക്കും വേണ്ട. അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് ഇതുണ്ടാക്കാന്നുള്ളത്. ഇവിടെ അമ്മയൊക്കെ പറയും ഇത് കഴിച്ചാൽ ഭയങ്കര തണുപ്പാണ്, കാല് കോച്ചി പിടിക്കുള്ളൂ എന്നൊക്കെ പറയും കേട്ടോ. എൻ്റെ വല്ലാണ്ട് തൊലി കളയൊന്നും വേണ്ട കേട്ടോ. ഇത് ഉപ്പേരി വയ്ക്കാനും നല്ലതാണ്. നമ്മുടെ ഇവിടെയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നതാണ്. ഇപ്പം നമുക്ക് പേരിന് ആകെ 3 ഉള്ളൂ. മറ്റേത് മൊത്തം പന്നി കൊണ്ടുപോയിട്ടേ. ഇനി മാമൻ്റെ വീട്ടിലുണ്ട് ഇത്രേ. ഒരു ദിവസം മാമൻ്റെ വീട്ടിൽ പോയിട്ട് കുറച്ച് പറിച്ചിട്ട് വരണം. അതിൻ്റെ തള്ളിയും വിത്തും തണ്ടും പാടെ കൂട്ടിയിട്ട് അങ്ങോട്ട് കറി വെച്ചാണ്ടല്ലോ. നാളെ ഒരു ദിവസം വെച്ചല്ലോ അല്ലേ? എങ്ങനെ അല്ലേ? ഞാൻ തന്നെ തോനെ കൂട്ടിക്കുന്നത്. അമ്മോ അല്ല അച്ചു കൊണ്ടേ കൊടുക്കാൻ പോയി ഒന്ന് വെള്ളം. ഇവിടത്തെയൊക്കെ പണി കഴിഞ്ഞിട്ട് വേണം കേട്ടോ പുതിയ വീട്ടിൽ പോയി അടിക്കൽ തുടയ്ക്കൽ അവിടെ വൃത്തിയാക്കൽ. കാരണം അവിടെ കടത്തും പകൽ നമ്മളവിടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയി ഓരോന്ന് പോയിട്ടേ അങ്ങനെയാവും. പിന്നെ വൈകുന്നേരമായ മക്കളുടെ കളിയാണ് അവിടെ അല്ലേ സുകന്യ? എന്തായിരിക്കും ചളിയാക്കിയിട്ട് എന്നറിയോ? യോഗല്ലേ സുകന്യ? എന്താ വെള്ളിയാഴ്ച ലീവാ? അപ്പം എല്ലാവരും പാടെ കൂടി ചെയ്യണം പറഞ്ഞിട്ട് ഈ രാവിലെ നീ ചെയ്തോ? അവിടെ ചെയ്തില്ല. അത് കണക്കാണ്, അമ്മും കണക്കാണ്. അലാറം വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ അലാറം ഓണായി. ഞാൻ പോകണം പറഞ്ഞിട്ടോ. ഞാൻ പോവുക പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് പറയുക, എനിക്കിപ്പോൾ 1 മാസം നല്ല ആൻറ്റിബയോട്ടിക് കഴിക്കാണ്ട്. അപ്പോൾ എനിക്ക് രാവിലെ നീക്കുമ്പോൾ ഭയങ്കര പ്രശ്നം. നമ്മളിപ്പോൾ നമ്മുടെ ആരോഗ്യം നോക്കാണ്ട് ചിലപ്പോൾ ചെയ്താലേ എന്ത് പറ്റും? ഞാനവിടെ കിടക്കും. എന്ത് പറ്റും? ഞാനവിടെ കിടക്കുന്നു. എന്ത് പറ്റും സൂന്യേ? അപ്പം അത് കാരണം ഞാൻ എന്ത് പറഞ്ഞു എന്നറിയോ, ഇത് കഴിയട്ടെ എന്നിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞു കേട്ടോ. നമ്മുടെ കുടി കഴിഞ്ഞു. ഇന്നത്തെ ഈ കാലാവസ്ഥയ്ക്ക് ഇത് പണിക്കാർക്ക് കൊടുക്കാൻ പറ്റില്ലേ കൂട്ടാ? മീൻകറി ഉണ്ട് കേട്ടോ. അപ്പം ഇത് കുറച്ച് ശകരം അവർക്ക് കൊടുക്കുകയും ചെയ്യാലോ. അവർക്ക് കൊടുക്കാൻ പോയിക്കട്ടെ. എന്തിന്? ഇതൊക്കെയാണ് കഴിച്ചാൽ അവരുണ്ടല്ലോ നന്നായിട്ടുണ്ട് പറയും. എന്താ നമ്മളുണ്ടാക്കണ ലസു പക്ഷെ അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തന്നെ ചത്തിട്ട് കുറേ ദിവസമായ മീനൊക്കെയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറ്റുള്ളൂ. ഇന്നലെ കൊന്നതൊന്നല്ലല്ലോ അല്ലേ? അതൊക്കെ തന്നെ നിങ്ങൾക്ക് പറ്റുള്ളൂ. നിങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങോട്ട് പറയുകയും ചെയ്യും, ഓ കോഴിക്കോട് പോകുമ്പോൾ അങ്ങനെ മീനിന് ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഇങ്ങനെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ എന്താ ഇത് ഇതും ഇങ്ങനത്തെയൊക്കെ കറി വെക്കുമ്പോൾ ഏട്ടനും അനിയനും പുച്ഛം അല്ലേ? അവരും കൂടി അനുഭവിക്കട്ടെ എന്ന് പറയുന്നത് തന്നെ കളിയാക്കല്ലേ നിങ്ങൾ അല്ലേ? ഇത് രസമല്ലേടി ഈ കറി വെച്ചാ മീൻ വറുത്തുകൊണ്ടെങ്കിൽ? ഓ മതിയേ, മീൻ കറി ഉണ്ടല്ലോ. പിന്നെ നിങ്ങൾക്ക് മീൻ കറി ഉണ്ടെന്ന്. ഞങ്ങളിത് പെണ്ണുങ്ങൾക്ക് മാത്രമുള്ളതാ, ആണുങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല വേണ്ട അല്ലേ? ഇനി മത്തുണ്ട് 2 ദിവസം 2 അല്ല 3-4 ദിവസം മത്തം കൊണ്ട് തന്നെ മത്തനും കൂടി മീൻ കറി വെച്ചിട്ട് സുകന്യ രസം കൂട്ടിയിട്ട് രസം പുളിപ്പുള്ള രസം കൂട്ടി കഴിക്കും. അതുപോലെ ചോറിന അല്ലേ രസമല്ലേ? രസം കൂട്ടിയിട്ട് പുട്ട് കഴിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടോ സുകന്യ? അതേപോലെ ഇവിടെ 2ാമത്തെ അനിയനും ഇല്ലേ അവിടെ ഉണ്ടായിരുന്ന അമ്മ വെള്ളേ. 2ാമത്തെ അനിയനും എന്തിൻ്റെ കൂടി എന്ത് കറിയാച്ചാൽ മീൻ കറി വേണോ എന്തായാലും കൂട്ടി കഴിക്കും കേട്ടോ. എനിക്ക് അങ്ങനെ ഇഷ്ടമാണ്. കാരണം എന്താ വെച്ചാൽ ഒരു സാധനം കൊടുക്കുമ്പോൾ അല്ലേ ഇന്നതിന് ഇന്ന കറികളെ പറ്റുള്ളൂ, ഇന്നതേ കഴിക്കുള്ളൂ എന്നല്ലല്ലോ, എന്തും കൂട്ടി കഴിക്കില്ല. അങ്ങനെ തന്നെ വേണ്ടത്. എനിക്ക് തന്നെ ഇത് പറ്റാണ്ട് ഞാൻ പഴം കൂട്ടിയിട്ടാണ് കഴിച്ചിട്ടോ. പക്ഷേ അത് ഏത് സാഹചര്യത്തിലും അവർ പൊരുത്തപ്പെട്ട് പോയി. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത അല്ലേ? ഇപ്പോൾ ഇനി ഒരു 5-6 ദിവസം ചോറ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, അവൾക്ക് പലഹാരം കിട്ടിയാൽ മതി. ഞാനാണ് പറഞ്ഞാൽ വെച്ചാൽ നടക്കില്ല കേട്ടോ. ഒരു ദിവസം ഞാൻ ചോറിനാതിരുന്നാൽ പിറ്റേ ദിവസം ആവുമ്പോഴേക്കും എനിക്ക് പൊരിയാൻ തുടങ്ങുന്നത്. നമ്മൾ എങ്ങനെ അരിക്കുളിക്കുക എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടോ?
നമ്മുടെ നാട്ടിൻപുറത്ത് പറയുന്ന വാക്കാണ് കേട്ടോ. തൊണ്ടരിക്കുലുക്കിയ പറയും. തേങ്ങ, ചെറിയുള്ളി, ചെറിയ ജീരകം. ഏട്ടനപ്പയ്ക്കും അപ്പുറത്തേക്ക് പോയിട്ടാ. അപ്പം ഞാൻ വേഗം തേങ്ങ അരച്ച് വെക്കട്ടെ. അമ്മ കഞ്ഞി കുടിക്കാൻ കാന്താരി മുളക്, പുളി, ഉള്ളി. ഇത് ചൂടുള്ള ചോറിൻ്റെ കൂടെ അല്ലേ, ചോറിൻ്റെ കൂടെ അല്ലേ കഞ്ഞിയുടെ കൂടി. അമ്മ ഇങ്ങനെ ഇളക്ക ചെയ്യുള്ളൂ കേട്ടോ. നീ കുറച്ച് മോരും കൂടി വേണ്ടേ? അല്ലേ എന്താ നീ അനിയൻ മലയ്ക്ക് പോയിട്ട് വരുന്നവരെ അമ്മ ഇറച്ചി മീനൊന്നും കഴിക്കില്ല കേട്ടോ. പോയി വന്നിട്ടേ കഴിക്കുള്ളൂ. കുറേ ദിവസമായി. അതാണിപ്പോൾ പിന്നെ നമ്മൾ ഇടയ്ക്ക് ഇറച്ചി വാങ്ങാത്തതില്ല കേട്ടാ. ഒരാൾ നാളെ കുഴിമന്തി കുട്ടികൾ വേണം പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിയതാണ്. ഇന്നലെ പിന്നെ കുറച്ച് കഷ്ണം മീൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അനിയൻ. അപ്പം അത് അനിയന് രാവിലെ ചോറ് കൊണ്ടുപോകണമല്ലോ. ഇതുണ്ടോ ചെറുപയർ വെന്തു. ഇനി നമ്മൾ ചേമ്പിൻ്റെ തണ്ട് ഇട്ട് കൊടുക്കട്ടെ കേട്ടോ. ഒറ്റ വീസിൽ. വിറക് കമ്മിയായത് കൊണ്ടാണ് കേട്ടോ. അടുപ്പിൽ വിറകിന് ഞാൻ പറഞ്ഞില്ലേ കുറേ ദിവസമായിട്ട് വയ്യാത്തത് കൊണ്ട് വിറകിന് പോയിട്ടില്ല. അപ്പോൾ ചോറും ചുക്കുവെള്ളവും കുട്ടികൾക്ക് കുളിക്കാനുള്ളത് മാത്രമേ വെക്കുള്ളൂ. ഒന്ന് പോയിട്ട് ഇന്ന് കുറച്ച് വിറകിന് പോകണം. ഉച്ചയുമ്പോൾ ഇന്നത്തെ ഈ കാലാവസ്ഥ കുഴപ്പമില്ലല്ലോ അല്ലേ. വെയിലാവുമ്പോഴാണ് ബുദ്ധിമുട്ട്. പക്ഷേ ഈ കാലാവസ്ഥ കുഴപ്പമില്ല പറഞ്ഞിട്ട് കാര്യമില്ല. ജന്തുക്കൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയുന്നല്ലേ അല്ലേ തണുപ്പത്ത് കിടന്നിട്ട്. ഇത് തണുപ്പല്ല, ചൂടുമല്ല, മഴയല്ല, വെയിലില്ല കാലാവസ്ഥയാണ് കേട്ടോ. പോകണം. പക്ഷെ ഒരു കരണ്ട് വിറകില്ല. അപ്പുറത്ത് ചകിരി വാങ്ങി വെച്ചിട്ടുണ്ട്. വാങ്ങല പെറുക്കി കൂട്ടി വെച്ചിട്ടുണ്ട്. അതും കൂടി കൊണ്ടുവന്നിട്ടില്ല. ചേമ്പന്തണ്ട്, മഞ്ഞപ്പൊടി, ഇതിൽ മഞ്ഞപ്പൊടി, മുളക് പൊടി, ഉപ്പ്. എനിക്ക് ഇങ്ങനത്തെ കറികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞാൻ അധികം എൻ്റെ വീട്ടിലൊന്നും അധികം സാമ്പാറൊന്നും വെക്കില്ല കേട്ടോ. ഞാൻ പറയാറില്ലേ എൻ്റെ അമ്മയൊക്കെ പണിക്ക് കൊണ്ട് എന്താണോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കറികൾ അങ്ങനത്തെ കറികളൊക്കെ ആയിരിക്കും. മുതിരപ്പുളി, വെള്ളപ്പയർ പുളി, തൊമരക്കുരും കൊണ്ട് തൊമരപ്പുളി. ഞാനൊരു ദിവസം തൊമര് ഉണക്ക മീനും പാടിട്ടിട്ട് കറി വെച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. തൊമര അമരക്കയുടെ കുഞ്ഞി ഇന്നാള് കൊണ്ടുവന്ന് തൊലി കളഞ്ഞിട്ട് വെച്ചില്ലേ കുടുംബക്കാർ. ഒരു പ്രാവശ്യം ഇറച്ചി വെക്കണ പോലെ വെച്ചില്ലേ ഇവിടെ. എനിക്ക് ഓർമ്മയില്ല ഒന്നും. അപ്പം ഇതാ നമ്മൾ അടച്ച് വെച്ച് എന്താ മണിമണി പട്ടാണിക്കടല പോലത്തെ ഒരു സാധനമല്ലേ വേറെ. പച്ച തന്നെ. അതിനെയാണ് തൊമരക്കുരു അറിയുക. ആദ്യമൊക്കെ എൻ്റെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. നെല്ലില്ലേ, നെല്ല് കൊടുത്തിട്ടൊക്കെയാണ് വാങ്ങുക. നെല്ല് കൊടുത്തിട്ട് വാങ്ങിയിട്ട് വരും തൊമരക്കുരു. ഇപ്പോൾ ഈ എന്താ അട്ടപ്പാടി ആ ഭാഗത്ത് കൂടെയൊക്കെ തോന്നണു ഇത്ര വലിപ്പം ഉണ്ടാവുള്ളൂ അതിൻ്റെ ചെടിയെ. ഏട്ടന് ഓർമ്മ ഉണ്ടാ? ഇവിടെ 4 ഭാഗത്ത് കൂടെ ഉണ്ടാവും. എടി കുറച്ച് ചാതപ്പര അരിയിട്ട് കൊടുത്താ. ഈ അടുക്കള വശത്തുനിന്ന് പൂവേ ഇല്ല. പെണ്ണുങ്ങളെയും കൂട്ടിയിട്ട് ഇവിടെ വന്ന് നിൽക്കും. ഞാനാണ് പിടിക്കുന്നതാണ് കേട്ടോ. അവിടെ നിൽക്കണ നോക്കിയൊക്കെ ഒളിച്ച് നിൽക്കാണ്. തരില്ല ഞാൻ അരി. പാവല്ലേ കൊടുക്കട്ടെ. ബായോ ബായോ. ഇത് വാതിലങ്ങൾ അടുക്കള വാതിൽ തുറക്കാൻ പാടില്ല പറഞ്ഞിട്ടാണ് അവൻ. കണ്ടോ നൂന്ന് വരുന്നത്. അവൻ വന്നാൽ ഇവൻ്റെ സ്ഥാനം പോകട്ടോ. കൊത്തി അങ്ങോട്ട് ശരിയാക്കല്ലെങ്കിൽ. അവൻ്റെ ചൂട്ട് നോക്കിയേക്ക്. ചൂട്ട് കാരണം നേരെ കൊത്തി തിന്നാൻ പറ്റില്ല അല്ലേ. പഴംപൊരിയുണ്ട്, സുഖിയുണ്ട്, പരിപ്പുവട, ഉഴുന്നുവട, മുട്ടാജി ഉണ്ട്. ഉഴുന്നുവട അല്ലേ. ആർക്കും അവര് കൊറേ നേരം കഷ്ട. പഴംപൊരി ഉണ്ട്, സുഖിയ നല്ല രസാ. അയ്യോ സുകന്യേ നിനക്ക് വേണോ? ഫോണിലല്ലേ
എണ്ണക്കടി വേണമെങ്കിൽ വന്നോ അമ്മ എടുത്തോളിന്നു. എന്താ പഴംപൊരിയുടെ വലിപ്പം. അമ്മായി എന്ത് വെറുതെ കെട്ടിയിരിക്കുന്ന കൈ വേനടാ. കുഞ്ഞിച്ചൻ കെട്ടിയ പോലെ ഒന്നല്ലേ തിന്നാൻ പറ്റുള്ളൂ. കുഞ്ഞിച്ചന് തന്നെ ചായ അടുപ്പത്ത് നമ്മളേ പിന്നെ നമ്മുടെ കറി വെക്കുന്നതൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ കേട്ടന ഓരോരോ തിരക്കായിട്ട് ദാ കറിയുടെ ലാസ്റ്റ് കോലം കുറേ ഞാൻ കൂട്ടും ചെയ്തു. അതുകൊണ്ടേക്ക് വിശക്കണില്ല. നല്ല കൂട്ടിയിട്ടാ. അപ്പോൾ നമ്മുടെ വിശേഷം നിർത്തുകയാണ്. ഇപ്പോൾ ചായ കൊടുക്കേണ്ട സമയമായിട്ടോ. ചായ കൊടുക്കട്ടെ. നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് നാളെ കാണാം.